ഇപ്പോൾ കിട്ടിയ വാർത്ത, രാജ്യസഭയിൽ നോട്ടുകെട്ട് കണ്ടെത്തി. കോൺഗ്രസ് അംഗം മനു അഭിഷേക് സിംഗ്വിയുടെ ഇരിപ്പിടത്തിന് സമീപമാണ് പണം കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ച രാജ്യസഭാ ചെയർമാൻ ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം. ആർ രാധാകൃഷ്ണൻ, ഇതെങ്ങനെയാണ് സഭയ്ക്കുള്ളിൽ നോട്ടുകെട്ട് വന്നത്? അന്വേഷിക്കണമെന്നാണ് സുജയ രാജ്യസഭാ ചെയർമാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും സമാനമായിട്ടുള്ള ആവശ്യം ഉയർത്തി രംഗത്തെത്തി. കോൺഗ്രസ് അംഗം മനു അഭിഷേക് സിംഗ്വിയുടെ 222ാം ഇരിപ്പിടത്തിന് സമീപത്ത് നിന്നാണ് ഈ പണം കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ചെയർമാൻ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി എന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അന്വേഷണം വേണം എന്നതും അടക്കമുള്ള നിരീക്ഷണങ്ങളാണ് പങ്കുവച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. എന്നാൽ മനു അഭിഷേക് സിംഗ്വിയുടെ പേരുദ്ധരിച്ചുകൊണ്ട് ഇത് പറയാൻ കിരൺ റിജിജു നടത്തിയ ശ്രമത്തെ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ശക്തമായിട്ടുള്ള ഭാഷയിൽ എതിർത്തു. മുൻവിധിയോടുകൂടി ആ വിധത്തിൽ പരാമർശം നടത്തരുത്, മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയം രണ്ട് പക്ഷവും തമ്മിലുള്ള ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാഗ്വാദത്തിനാണ് സഭയിൽ കാരണമായത്. ലോക്സഭയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ അദാനിക്കും വിഷയം അടക്കമുള്ളവ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. അതിന് തുടർച്ച എന്ന രീതിയിൽ സമാധാനമായി നടന്നുകൊണ്ടിരുന്ന രാജ്യസഭാ നടപടികളാണ് വളരെ പെട്ടെന്ന് ഈ വിധത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായതോടുകൂടി കലുഷിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സുജയ, ഇക്കാര്യത്തിൽ ഇപ്പോൾ രാജ്യസഭാ ചെയർമാൻ അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമല്ലോ. സിംഗ്വിയുടെ എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചും സിംഗ്വിയെ സംബന്ധിച്ചും രാഷ്ട്രീയമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഒരുപക്ഷെ ഈ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുകൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നടക്കുന്ന അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാകും. സഭയ്ക്കുള്ളിലേക്ക് നോട്ടുകെട്ടുകൾ വരുന്ന ഒരു സാഹചര്യം അത് കോൺഗ്രസ് അംഗമാണ് കൊണ്ടുവന്നത് എന്ന വിധത്തിൽ ഉള്ള ഒരു സന്ദേശം പാർലമെന്ററി കാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകേണ്ടതാണ്. സിംഗ്വി ഇതുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് വിശദീകരിക്കും അല്പസമയത്തിനകം എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. സുജയ, രാജ്യസഭയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നോട്ടുകെട്ടുകൾ എന്ന് പറയുമ്പോൾ എത്ര തുകയുണ്ട്, അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ആർക്കെ ഇപ്പോഴ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇത് ഔദ്യോഗികമായിട്ട് തന്നെ ഒരു പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അറിയിക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശം കൂടി മാനിച്ചുകൊണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ജഗ്ദീപ് ധൻഖർ അറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ അറിയിപ്പായി തന്നെ വന്നിരിക്കുന്നു. സീറ്റ് നമ്പർ 222 ഈ സീറ്റ് നമ്പർ 222 എന്ന് പറയുന്നത് അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റാണ്, രാജ്യസഭയിലെ സീറ്റാണ്. ആ 222ാം സീറ്റിന് അടുത്താണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഒരു ആന്റി സബോട്ടാഷ് ചെക്ക് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് സെക്യൂരിറ്റി ഒഫീഷ്യൽസ് ആണ് കണ്ടെടുത്തിരിക്കുന്നത്. അഭിഷേക് മനു സിംഗ്വിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന കസേരയാണ്. അതായത് സഭാ സമ്മേളനത്തിന് ശേഷമുള്ള ഒരു പരിശോധനയാണോ ഇത്? അതാണോ ഇപ്പോൾ ജഗ്ദീപ് ധൻഖർ വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും ഈ പണം എങ്ങനെ അകത്തേക്ക് വന്നു, മാത്രമല്ല ഈ സെക്യൂരിറ്റി നിബന്ധനകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അംഗങ്ങൾ ഈ സുരക്ഷാപരമായിട്ടുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങൾ അത് ലംഘിക്കരുത് എന്നുള്ളത് ഒരു ചട്ടമാണ്. ആ ചട്ടം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു അംഗത്തിനും സാധിക്കില്ല. സഭയുടെ അന്തസ്സ് കാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കും എന്ന സത്യപ്രതിജ്ഞ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അംഗമാണ് ഈ പണം കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തിയാൽ ആ അംഗത്തിനെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകേണ്ടതാണ്. അഭിഷേക് സിംഗ്വിയുടെ പ്രതികരണം വരുന്നുണ്ട്. അഭിഷേക് സിംഗ്വി പറയുന്നു, എനിക്കിതേക്കുറിച്ച് അറിയില്ല. ഐ ക്യാരി ₹1
500 നോട്ട് വെൻ ഐ ഗോ ടു രാജ്യസഭ. ഒരു 500 രൂപ നോട്ട് മാത്രമാണ് താൻ കൊണ്ടുപോകാറുള്ളത്, നോട്ട് കെട്ടൊന്നും താൻ കൊണ്ടുപോകാറില്ല എന്ന് മനു അഭിഷേക് സിംഗ്വി പറയുകയാണ്. അപ്പോൾ റൊട്ടീൻ ചെക്കിന്റെ സമയത്ത് 222 നമ്പർ സീറ്റിനടുത്ത് നോട്ട് കെട്ട് കണ്ടെത്തിയത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് കറൻസി നോട്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം നോട്ടുകളാണല്ലോ, അത്രയും നോട്ടുകൾ കണ്ടെത്തിയത് എങ്ങനെയാണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. 500 രൂപയുടെ ഒരു നോട്ട് മാത്രം പാർലമെന്റിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നയാളാണ് അഭിഷേക് സിംഗ്വി എന്ന് അദ്ദേഹം പറയുന്നു. 12:57 താൻ പാർലമെന്റിലേക്ക് എത്തിയത്. ക്യാൻറ്റീനിലായിരുന്നു 1:30 വരെ എന്ന് പറയുന്നു. അതിനുശേഷം പാർലമെന്റിൽ നിന്ന് താൻ പോവുകയും ചെയ്തു എന്നതാണ് അഭിഷേക് സിംഗ്വിയുടെ പ്രതികരണമായി ഇപ്പോൾ വരുന്നത്. ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിക്കുകയാണോ? അതായത് ജഗ്ദീപ് ധൻകർ പറയുന്നത് ഇങ്ങനെയൊരു ആന്റി സബാട്ടോഷ് ചെക്കിനിടയിൽ എ വാഡ് ഓഫ് കറൻസി നോട്ട്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ സിംഗ്വി പറയുന്നു ഞാൻ ഒരു 500 രൂപ നോട്ട് മാത്രമാണ് ആകെ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ പിന്നെ ഈ നോട്ട് കെട്ട് കണ്ടെത്തി എന്നുള്ളത് എങ്ങനെയാണ്, ആരുടേതാണ്? സിംഗ്വി ഒരു നോട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ നോട്ട് കെട്ട് എങ്ങനെ അവിടെ വന്നു? സുജയ, തീർച്ചയായിട്ടും ഇത് അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തേണ്ടതാണ്. നമുക്ക് ഇതിലൊരു സംവിധാനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ട്. കാരണം ഈ സഭയ്ക്കുള്ളിൽ നടന്നിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഏജൻസികൾക്ക് അന്വേഷണത്തിലേക്ക് കടക്കാൻ സാധിക്കുമോ എന്നതിൽ അതിൽ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പാർലമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അന്വേഷണ സംവിധാനങ്ങൾ അതായിരിക്കും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇനി പ്രവർത്തിക്കാനായിട്ട് പോവുക. രാജ്യസഭാ ചെയർമാൻ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കോളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ഇപ്പോൾ പാർലമെന്ററി കാര്യ മന്ത്രി കൂടി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. ഈ അന്വേഷണം ഏതു വിധത്തിലായിരിക്കും എന്നത് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈ ഇതെങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തത ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടി ഖാർഗെ സൂചിപ്പിച്ചതും മുൻവിധിയോടുകൂടി സർക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രസ്താവന നടത്തരുത് എന്നാണ്. അദ്ദേഹം അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ നോട്ടുകെട്ടുകൾ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇനിയൊരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറാനായിട്ട് പോവുകയാണ്. കൊണ്ടുവന്നത് കോൺഗ്രസ് അംഗം അഭിഷേക് മനു സിംഗ്വി ആണ് എന്ന വിധത്തിലുള്ള ഒരു പരാമർശം BJP അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് ഉള്ളത്. രാജ്യസഭ നമുക്കറിയാവുന്നതുപോലെ തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ രാജ്യസഭയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സുരക്ഷാ ലംഘനം ഉണ്ടായാൽ അത് ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട ഉപരിസഭയാണ്, പാർലമെന്റിന്റെ ഉപരിസഭയാണ്. ആ ഉപരിസഭയിൽ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിലവിലുള്ള ഒരു സങ്കല്പം. അതിന് വിരുദ്ധമായിട്ടാണ് ഈ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ നോട്ടുകെട്ടുകൾക്ക് ഉടമയില്ലാതാകുന്ന സാഹചര്യം അത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. രാജ്യസഭയ്ക്കുള്ളിൽ ഇങ്ങനെ നോട്ടുകെട്ടുകൾ ഉടമകളില്ലാതെ കണ്ടെത്തുന്നത് അത് ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള അന്വേഷണമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു വ്യക്തത വരാൻ ഡിജിറ്റൽ തെളിവുകൾ അടക്കം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതടക്കം പരിശോധിക്കപ്പെടും അടുത്ത മണിക്കൂറുകളിലെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഖാർഗെയുടെ വാദം അംഗീകരിച്ചാൽ മുൻവിധിയോടുകൂടി ഇക്കാര്യത്തിൽ സംഭവിച്ചത് സഭയ്ക്കുള്ളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോകുന്നത് ഉചിതമല്ല. അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട കാര്യം കണ്ടെത്തട്ടെ എന്നുള്ളതാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മനു അഭിഷേക് സിംഗ്വി രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള സുപ്രീം കോടതിയിൽ തിരക്കുള്ള അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാദങ്ങൾ അദ്ദേഹം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 500 രൂപ നോട്ട് മാത്രമാണ് താൻ സഭയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന പ്രതിരോധം അദ്ദേഹം ഇതിനകം തീർത്തിട്ടുണ്ട്. തന്റെ ഭാഗം ന്യായീകരിക്കുക, താനല്ല ഈ പണം കൊണ്ടുവന്നതെന്ന് വ്യക്തമാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധവും ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടാകില്ലേ ആർക്കെ? അതായത് അഭിഷേക് സിംഗ്വി ഒരു 500 രൂപ നോട്ട് മാത്രമായി വരാറുള്ളയാളാണ് താൻ. 1:30 വരെ ക്യാൻറ്റീനിലായിരുന്നു. ആകെ അവിടെ അദ്ദേഹം അപ്പോൾ ഉണ്ടായിരുന്നത് 2-3 മിനിറ്റ് നേരം മാത്രമാണ്. അതിനിടയിൽ കൊണ്ടുവന്നവരുടെ ഒരു നോട്ട് കെട്ടിട്ട് താൻ പോയി എന്ന് പറയുന്നത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എംപിമാരുടെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും സുജയ, വലിയ പ്രതിഷേധം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ ഉപാധിയാക്കി BJP മാറ്റാനായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന വിധത്തിലാണ് ഖാർഗെയുടെ നിരീക്ഷണം. അതിനനുബന്ധമായിട്ടാണ് പാർലമെന്ററി കാര്യമന്ത്രിയുടെ പ്രസ്താവനയെ അദ്ദേഹം വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ചെയർമാന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും രൂക്ഷമായിട്ടുള്ള വിമർശനം ഈ പ്രതിപക്ഷത്തിന് എതിരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് നിലവിലുള്ള സാഹചര്യത്തിൽ രാജ്യസഭാ ചെയർമാൻ സ്വീകരിക്കുന്ന പറയുന്നത് എന്താണ് എന്നൊന്ന് കേൾക്കാം. നോട്ടുകെട്ട് കണ്ടെത്തിയത് എപ്പോൾ? രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകറിന്റെ വാക്കുകളിലേക്ക്. I hereby inform
that during the routine anti-sabotage check of the chamber after the adjournment of the House yesterday, apparently a wad of currency notes was recovered by the security officials from seat number 222 presently allotted to Sri Abhishek Manu Singhvi. The matter was brought to my notice and I felt it expedient as per practice and ordainment to ensure that investigation takes place in accordance with law and the same is underway. പാർലമെന്റിൽ സ്ഥിരമായി നടക്കാറുള്ളതാണ് ആന്റി സബോട്ടാഷ് ചെക്ക്. അത് അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് അതൊക്കെ ഉണ്ടോ എന്നറിയുന്നതിന് കൃത്യമായി നടത്തുന്ന പരിശോധനയാണ്. ആ പരിശോധനയിൽ കറൻസി നോട്ടുകളുടെ ഒരു കെട്ട് കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ചെയർമാൻ പറയുന്നത്. അഭിഷേക് സിംഗ്വി അത് നിഷേധിക്കുകയും ചെയ്യുന്നു. അതിന്റെ അടുത്ത ഘട്ടം എന്ത് നോക്കാം.